വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ വചനമാകുന്നു. അത് നമ്മിൽ ആത്മീയ ഉണർവ് കൊണ്ടുവരുവാൻ പര്യാപ്തമാണ്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന ബൈബിൾ ജീവനുള്ള സത്യ ദൈവത്തിൻ്റെ സത്യവചനമാകുന്നു. നമ്മുടെ സകല അടിസ്ഥാന ആവശ്യങ്ങൾക്കും പര്യാപ്തമായതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവം കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ നിധിയാകുന്നു ദൈവവചനമാകുന്ന ബൈബിൾ. ഇത് ദൈവം സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അനുസരിക്കുന്നതും ജീവിതത്തിൻ്റെ മുൻഗണന ആക്കിയിട്ടുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല. സത്യമാണ്. ആയതിനാൽ വചനം അതിൻ്റേതായ അർത്ഥത്തിൽ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത് ഏതൊരു സഭാ ശുശ്രൂഷകൻ്റെയും സുവിശേഷ വേലക്കാരൻ്റെയും മുൻഗണനയാകണം. അല്ലാത്തത് അന്യായമാകുന്നു. ഒരു വലിയ ഉണർവിന് നേതൃത്വം നൽകിയ ആസ രാജാവ് ദൈവവചനത്തിന് മുൻഗണന നൽകി. ഉണർവിന് കാരണം തന്നെ അതായിരുന്നു. ആ ഭാഗം നമുക്കൊന്ന് എടുക്കാം. 2 ദിനവൃത്താന്തങ്ങൾ 15ഉം 16ഉം അധ്യായങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുകയാണ്. ആ ഭാഗം എടുത്താട്ട് 2 ദിനവൃത്താന്തങ്ങൾ 15. യഹൂദയിലെ നല്ല രാജാക്കന്മാരിൽ ഒരാളായിരുന്ന ആസയുടെ കാലത്തുണ്ടായ വലിയ ഉണർവിനെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാൻ ആരംഭിച്ചത്. ആസ തൻ്റെ ഭരണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവഹിതം അന്വേഷിക്കുവാനും ആരംഭിച്ചു. അതുമാത്രമല്ല, ആസയുടെ പ്രാർത്ഥനയെക്കുറിച്ചും നാം ചിന്തിച്ചു. അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. ആസയുടെ കാലത്തെ ഉണർവിനെ ആസ്പദമാക്കി ഉണർവിലേക്കുള്ള പാതയിൽ നാം കടക്കേണ്ട പല പാലങ്ങളുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഉണർവിൻ്റെ പാതയിൽ നാം കടക്കേണ്ട 3 പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട്. ഇവിടെ 15-ാം അധ്യായത്തിൽ ആദ്യം ഒരു പാലം നാം കാണുന്നു. അത് ദൈവവചനം അറിയുന്നതാണ്. 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അനന്തരം ഓദേദിൻ്റെ മകനായ അസരിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ആസയും എല്ലാ യഹൂദ്യരും ബെന്യാമീനരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു. നാം ഇന്നായിരിക്കുന്ന ഈ കാലങ്ങളിൽ കാണുന്ന ഏറ്റവും പരിതാപകരമായ ഒരു സ്ഥിതി എന്തെന്നാൽ സഭകളിൽ വചനം പഠിപ്പിക്കുന്നില്ല എന്നതത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന എത്ര പേർക്ക് പറയുവാൻ സാധിക്കും തങ്ങളുടെ സഭയിൽ ക്രമമായി ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് എന്ന്? എന്തുമാത്രം സമയം മറ്റോരോ കാര്യങ്ങൾക്കായി കളയുന്നു. കുറ്റപ്പെടുത്തുകയല്ല. ബൈബിൾ പഠിക്കുവാനോ മനുഷ്യന് താല്പര്യമില്ല. ക്രമമായി ദൈവവചനം പഠിക്കുന്ന സഭാ ശുശ്രൂഷകർ തന്നെ വളരെ കുറവാണ്. തിരുവചനത്തെക്കുറിച്ചുള്ള ശരിയായ അറിവിനേക്കാൾ തെറ്റായ അറിവാണ് ഇന്ന് ജനങ്ങൾക്ക് കൂടുതലും. വളരെ ദയയോട് തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് വളരെയേറെ പ്രസംഗകരെ ഇന്ന് ആവശ്യമില്ല. ഇന്നവരെ എത്ര വേണമെങ്കിലും വാങ്ങാൻ കിട്ടുമില്ലേ? പ്രസംഗങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ്. അതാണ് ഇന്ന് ആവശ്യവും. ആസയുടെ സമയത്തും ആവശ്യമായിരുന്നത് അവരെയാണ്. അവർക്ക് പഠിപ്പിക്കുന്ന ഉപദേശിക്കുന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് പുരോഹിതന്മാരും ലേവ്യരും ഉണ്ടായിരുന്നു, എന്നാൽ അവർക്ക് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരില്ലായിരുന്നു. ഉള്ളവർ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുഴുകിയിരിക്കുകയായിരുന്നു. ഇവരുടെ സമയം പറഞ്ഞാൽ അവർ ന്യായപ്രമാണമില്ലാതെയും ദൈവവചനമില്ലാതെയും ഇരുന്ന ഒരു കാലയളവിൽ ജീവിക്കുന്നവരായിരുന്നു. പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കറിയുള്ളായിരുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞു അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി.
ഇത് ഈ പറഞ്ഞതുപോലെ ലളിതമാണ്, അതേസമയം ഇത് കുഴഞ്ഞു മറിഞ്ഞതുമാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവവുമായുള്ള ബന്ധത്തെ ഗൗരവമായി കാണുന്നു എങ്കിൽ ദൈവവും അങ്ങനെ തന്നെ താങ്കളോട് ഇടപെടും. ആളുകൾ പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പഠിക്കുവാൻ ശ്രമിച്ചു, പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചു, ഞാനിത് ചെയ്യുവാൻ ശ്രമിച്ചു, എന്നാൽ എങ്ങും എത്തിപ്പെടുന്നതായി തോന്നുന്നില്ല പോൽ. അതെ സുഹൃത്തെ, ആരോടാണ് താങ്കൾ ഇതൊക്കെ പറയുന്നത്? താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇടപെടുമ്പോൾ താങ്കൾ ദൈവത്തെ അസത്യവാദിയാക്കുകയാണില്ലേ? ഞാൻ പറയട്ടെ, ദൈവം കള്ളനല്ല, അവൻ ഭോഷ്ക് പറയുകയില്ല. ദൈവം അരുളി ചെയ്യുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിപ്പീൻ, ഞാൻ അവിടെ ഉണ്ട് എന്നത്രേ. ദൈവത്തോടുള്ള ഇടപാടിൽ താങ്കൾ ഗൗരവമായിരുന്നാൽ ദൈവവും താങ്കളോടുള്ള ഇടപാടിൽ ഗൗരവമായിരിക്കും. അതെ, താങ്കളുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കൂ. 15-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, 5 മുതൽ 7 വരെ ഞാൻ വായിക്കാം. ആ കാലത്ത് പോക്കുവരവിന് സമാധാനമില്ലാതെ വണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു. ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതി ജാതിയെയും പട്ടണം പട്ടണത്തെയും തകർത്ത് കളഞ്ഞു. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ആസ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ആരംഭിച്ചു. ഈ പ്രവാചകൻ ഈ കാര്യത്തിൽ രാജാവിനെ ഉത്തേജിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങളും വളരെ വളരെ പ്രതിസന്ധികളും ഉണ്ടായതെന്ന് പ്രവാചകൻ ധരിപ്പിക്കുന്നു. യഹൂദയോട് പ്രവാചകൻ അറിയിച്ച ദൂത് വാസ്തവത്തിൽ നമുക്കുള്ളതല്ലേ? നമ്മുടെ ഇന്നത്തെ പ്രശ്നവും ഇതുതന്നെയല്ലേ? ആ ജനത്തോട് ദൈവം ഇടപെട്ടതുപോലെ നമ്മോടും ഇടപെടേണ്ടിയിരിക്കുന്നില്ലേ? നാം അന്യോന്യം പഴിചാരുവാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് വാസ്തവമായ സമാധാനമില്ല? എന്തുകൊണ്ട് ഇന്ന് ഇത്രമാത്രം നിയമനിഷേധനം നാം കാണുന്നു? ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. ഇതിനെല്ലാം കാരണം ദൈവത്തെ വിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്നതാണ്. ദൈവത്തെ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന ചിന്തയിൽ നേതാക്കന്മാർ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്ന് വളരെ കഴിവുകളുള്ള വ്യക്തികളുണ്ടല്ലോ. അതേ സുഹൃത്തെ, നാം ജീവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ദേശത്തിനും സഭകൾക്കുമൊക്കെ ആവശ്യം ദൈവത്തെയാണ്, ജീവനുള്ള സത്യദൈവത്തെ. ദൈവത്തെ തള്ളിക്കളഞ്ഞുള്ള പോക്ക് അപകടകരമാകുന്നു. അതൊരിക്കലും നന്മയിലേക്കല്ല. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്, ആസ ഈ വാക്കുകളും ഓദേദ് പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു. യഹൂദയുടെയും ബെന്യാമീൻ്റെയും ദേശത്തു നിന്നൊക്കെയും എഫ്രൈം മലനാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളയുകയും യഹോവയുടെ മണ്ഡപത്തിന് മുൻപുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു. തങ്ങളിലേക്ക് തിരിയുന്ന ഒരു ശേഷിപ്പ് ദൈവത്തിന് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. 10 മുതൽ വാക്യങ്ങൾ നോക്കിക്കേ. ഇങ്ങനെ അവർ ആസയുടെ വാഴ്ചയുടെ 17-ാം ആണ്ടിൽ 3-ാം മാസത്തിൽ യെരൂശലേമിൽ വന്നുകൂടി. തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ 700 കാളയെയും 7000 ആടിനെയും അന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചു. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. ഈ ജനം 1-ാമത്തെ പാലം കടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവർ എങ്ങനെയെങ്കിലും അത് ഒഴിഞ്ഞു പോകുവാൻ ശ്രമിക്കുകയല്ല. അവർ ദൈവവചനത്തിൻ്റെ ഒരു അറിവിൽ വന്നു കഴിഞ്ഞു. അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും അവനെ അന്വേഷിക്കുകയും ചെയ്യുന്നു. ഓരോ ഉണർവിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഇതൊരു പ്രത്യേകതയായി കാണാവുന്നതാണ്. ദൈവവചനത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ്. വളരെ ശക്തമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിലേക്കുള്ളൊരു മടങ്ങിവരവില്ലാതെ ഒരിക്കലും ഒരു ആത്മിക ഉണർവ് എങ്ങും ഉണ്ടായിട്ടില്ല. അതിന് വേറെ വഴിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുള്ള ഉണർവുകളിൽ അത് സത്യമാണ്. പരിശോധിച്ചാൽ അറിയാം. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ജനങ്ങൾക്കുണ്ടായിരുന്ന തീഷ്ണത, വചനം പ്രസംഗിക്കുന്നിടത്ത് ജനങ്ങൾ ഓടിക്കൂടുമായിരുന്നില്ലേ? എന്നാൽ ഇക്കാലങ്ങളിൽ അത് ഇല്ല എന്ന് വേണം പറയുവാൻ. എന്തുകൊണ്ട്? കാരണം സഭകൾ ദൈവവചനത്തിൽ നിന്നും അകന്നുപോയി കഴിഞ്ഞു. വചനവായനയും പ്രസംഗവുമൊക്കെ ഒരു ചടങ്ങ് മാത്രമായി തീർന്നിരിക്കുന്നു. ഉപരിപ്ലവമായ ഒരു അറിവിൽ അധികം ദൈവവചനം നാം പഠിക്കേണ്ടതുണ്ട് എന്നോർക്കുക. ഉണർവ് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിലോ സേവനങ്ങളിലോ പുതിയ പുതിയ മാർഗങ്ങളിലോ അല്ല. ദൈവവചനം ശരിക്ക് അറിയുകയും അതിനോട് വലിയ സ്നേഹം ഉണ്ടായിരിക്കുകയുമാണ് ഉണർവിൻ്റെ 1-ാമത്തെ പടി. നമുക്കിന്ന് നല്ല പ്രസംഗകരും വളരെയേറെ പ്രസ്ഥാനങ്ങളുമുണ്ട്. ദൈവം അവരെ ഉപയോഗിക്കുന്നുമുണ്ട്.
ദൈവം അവരെ കൂടുതലായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇവരിൽ പലരും ദൈവവചനം പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നില്ല എന്നതെന്നെ വളരെയേറെ ദുഃഖിപ്പിക്കാറുണ്ട്. അതിനുവേണ്ടി മെനക്കെടുവാൻ തയ്യാറല്ല എന്നതാണ് വിഷയം. ഞാൻ പലരോടും ഇത് പറയുമ്പോൾ അതത്ര പ്രധാനപ്പെട്ടതല്ല എന്ന വിധത്തിൽ പ്രതികരിക്കാറുണ്ട്. പ്രിയ സുഹൃത്തെ, ദൈവവചനത്തിൽ അടിയുറച്ച ഒരറിവില്ലാതെ ഒരു ഉണർവ് സാധ്യമല്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുള്ള സഭകൾ വചനത്തിലേക്ക് മടങ്ങി വരാത്തിടത്തോളം അവിടെ ഉണർവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക സാധ്യമല്ല. ഉദാഹരണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ആത്മീയ ഉണർവുണ്ടാകണം എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരം, വെറും മണ്ടത്തരം, അതെന്തൊരു വിരോധാഭാസമാണ്. ഒരു ഉണർവുണ്ടാകും എന്നത്രേ എൻ്റെ വിചാരം. ആ പാതയിലുള്ള ഒന്നാമത്തെ പാലം ഇതത്രേ. നാം ആദ്യം ഈ പാലം കടക്കണം, ദൈവവചനം. ആസ യെരുശലേമിൽ വിളിച്ചുകൂട്ടിയ വലിയ കൂട്ടത്തിൽ അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമെന്നൊരു ഉടമ്പടി ദൈവവുമായി ചെയ്തു. 14 വാക്യത്തിൽ വായിക്കുന്നത്, അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു. ഇത് വളരെ കർക്കശമായിരിക്കുന്നില്ലേ? എന്നിട്ടും ജനങ്ങളിൽ നിന്നും ഒരു നല്ല പ്രതികരണം ലഭിക്കുന്നു. ഈ ആസ ഈ സമയത്ത് വളരെയേറെ നവീകരണം കൊണ്ടുവന്നു എന്ന് നാം കാണുന്നതാണ്. ദൈവവചനത്തിലേക്കുള്ള മടങ്ങിവരവ് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും ജനത്തെ സഹായിച്ചു. 15 വാക്യത്തിൽ നാം കാണുന്നു, എല്ലാ യഹൂദ്യരും സത്യനിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. പ്രിയ സുഹൃത്തേ, താങ്കൾ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമെങ്കിൽ താങ്കൾ അവനെ കണ്ടെത്തും. ദൈവത്തിന് തൻ്റെ ജീവിതത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനാലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. ഉണർവിലേക്കുള്ള പാതയിലെ ഒന്നാമത്തെ പാലം ദൈവവചനം അറിയുക എന്നുള്ളതാകുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇനിയും നാം രണ്ടാമത്തെ ആ പാലത്തിൽ പ്രവേശിക്കുവാൻ പോകുകയാണ്. അത് വചനാനുസരണമായുള്ള വേർപാടാകുന്നു. ക്രിസ്തീയ ഗോളത്തിൽ വളരെയേറെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ഈ വേർപാട് എന്നുള്ളത്. പേടിക്കേണ്ട, ഞെട്ടണ്ട, നമുക്കത് പഠിക്കാം. എന്താണെന്ന് ഒന്ന് നോക്കാം. ആസ ഇവിടെ വചനാനുസരണയായുള്ള വേർപാടാണ് പ്രാവർത്തികമാക്കുന്നത്. 16 വാക്യം, ആസ രാജാവ് തൻ്റെ അമ്മയായ മയാഖയെയും അവൾ അശേരയ്ക്കൊരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് രാജ്ഞി സ്ഥാനത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു. അവളുടെ മ്ലേച്ഛ വിഗ്രഹം ആസ വെട്ടിത്തകർത്ത് കിത്രോൻ തോട്ടിങ്കൽ വെച്ച് ചുട്ടുകളഞ്ഞു. നോക്കണേ, ഇത് തീർച്ചയായും രസകരമായിരിക്കുന്നു. അവൻ്റെ സ്വന്തം അമ്മ വിഗ്രഹാരാധനയിൽ ഏർപ്പെട്ടിരുന്നു. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾ, അവരുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതല്ല, അവൾ തന്നെ ഒരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതാണ് ശ്രദ്ധേയം. അവളെ സ്വാധീനമുള്ള സ്ഥാനത്ത് നിന്നും ആസ മാറ്റിയതിൻ്റെ കാരണം ഇതത്രേ. ദൈവകൽപ്പന അനുസരിക്കേണ്ടി വരുമ്പോൾ മാനുഷിക ബന്ധങ്ങൾ അതിന് തടസ്സമാകരുത്. അത് ഞാൻ വീണ്ടും പറയണോ? ദൈവകൽപ്പന അനുസരിക്കേണ്ടി വരുമ്പോൾ മാനുഷിക ബന്ധങ്ങൾ അതിന് തടസ്സമാകരുത് എന്ന് കണ്ട് അവരെയൊക്കെ വെറുക്കണമെന്നല്ല. അങ്ങനെ തടസ്സമാകുന്ന ബന്ധങ്ങളിൽ നിന്നും വേർപെടുന്നത് എപ്പോഴും നല്ലതാണ്. അതാണ് ഞാൻ വേർപാട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. 17 വാക്യം, എന്നാൽ പൂജാഗിരികൾക്ക് ഇസ്രായേലിൽ നീക്കം വന്നില്ല. എങ്കിലും ആസയുടെ ഹൃദയം അവൻ്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു. ഈ പൂജാഗിരികൾ ആസയ്ക്ക് വേണമെങ്കിൽ നീക്കാമായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. അവൻ ദൈവത്തോടു കൂടെ കുറേ ദൂരം മാത്രമേ പോയിരുന്നുള്ളൂ. എന്നിട്ടും ദൈവം അവനെ ഉപയോഗിച്ചു എന്നത് എത്രയോ ശ്രദ്ധേയമാണ്. നമ്മുടെ ദൈവം എത്ര കൃപാലുവാകുന്നല്ലേ, കരുണാസമ്പന്നൻ.
തങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന സകലരെയും വിമർശിക്കുകയും തങ്ങൾ വേർപെട്ടവരാകുന്നു എന്ന് സ്വയം പുകഴുകയും ചെയ്യുന്നവരാൽ ഞാൻ മടുത്തു സുഹൃത്തെ. പ്രിയ സുഹൃത്തെ, അത് വചനാനുസരണയായുള്ള വേർപാടല്ല. സകല വ്യക്തികളെയും ഞാൻ ചിന്തിക്കുന്നത് പോലെ നേരെയാക്കുവാനും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ എൻ്റെ വിധത്തിൽ വലിച്ചുകൊണ്ട് വരുവാനുമുള്ള ഒരു ശ്രമവുമല്ല വേർപാട് എന്നത്. തങ്ങൾ കൂടി നടക്കുന്ന സഭയിൽ വന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ വേർപാടാകൂ എന്ന് ശഠിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് എന്ന് മറക്കരുത്. അവരെ പോലെ തന്നെ കൂടുന്ന വേറൊരു സഭാവിഭാഗത്തിൽ പോയാൽ പോലും വേർപാടാകില്ല. ഈ മനോഭാവത്തെ മതഭ്രാന്തിൻ്റെ അല്ലെങ്കിൽ അന്യാഭിപ്രായ വിരോധിയുടെ ഏറ്റവും താണ അഥവാ കുടുസായ രൂപമായി മാത്രമേ ചിത്രീകരിക്കുവാൻ സാധിക്കൂ. എനിക്ക് തോന്നുന്നത് ചില ആളുകൾ തങ്ങളിൽ നിന്ന് തന്നെ വേർപെടണമെന്നത്രേ. അതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വേർപാട്, തങ്ങളുടെ ചില സ്വഭാവങ്ങളിൽ നിന്ന്. താങ്കൾ ഉണർവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആരംഭിക്കേണ്ട ഒന്നാമത്തെ സ്ഥാനം താങ്കളിൽ തന്നെയാണ്. താങ്കൾ ആ മുറിയിൽ കയറി കതകടച്ചിട്ട് താങ്കൾ ഇരിക്കുന്നതിന് ചുറ്റും ഒരു വൃത്തം വരച്ചിട്ട്, കർത്താവേ, ഒരു ഉണർവിനെ ഈ വൃത്തത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കിന്ന് ആവശ്യം ഒരു ആത്മീക ഉണർവാണ്. അതിനുവേണ്ടി കരയുന്ന ഒരു വലിയ വിഭാഗം ഇന്നുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ആസാ രാജാവിൽ ഇതുവരെ നാം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ് 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ കാണുന്നത്. 16-ന്റെ 1-ാം വാക്യത്തിൽ ആസയുടെ വാഴ്ചയുടെ 36-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബയശെ യഹൂദയ്ക്ക് നേരെ വന്നു. യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വരുത്തുപോക്കാൻ ആരെയും സമ്മതിക്കാത്ത വണ്ണം രാമയെ പണിത് ഉറപ്പിച്ചു. ആസയുടെ നേതൃത്വത്തിൽ തെക്കേ രാജ്യത്തൊരു വലിയ ഉണർവ് നടക്കുന്നതായി മനസ്സിലാക്കിയ വടക്കേ രാജ്യത്തെ ജനങ്ങളിൽ അനേകരും യഹൂദയിലേക്ക് വരുന്നതായി പല വാക്യങ്ങളിലും നാം വായിക്കുകയുണ്ടായി. ഈ പ്രവണതയെ തടയുവാനായി ഇസ്രായേൽ രാജാവായ ബയശെ ഒരുങ്ങി. യഹൂദയിലേക്കുള്ള തൻ്റെ ജനത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തണം. അതിന് അവൻ കണ്ട മാർഗം യഹൂദയുമായി യുദ്ധം ചെയ്യുകയാണ്. നോക്കണം, കൊണ്ടുവരുന്നതായ ഓരോ ബുദ്ധിമുട്ട്, എന്തൊരു ബുദ്ധിഹീനത! തൻ്റെ രാജ്യത്തും ഒരു ഉണർവുണ്ടാകുവാൻ വേണ്ടത് ചെയ്യേണ്ടതിന് പകരം ഉണർവിനെ നശിപ്പിക്കുവാനാകുന്നു ബയശ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിതല്ലേ. നിർജീവമായ സഭയിൽ നിന്നും ജീവനുള്ള സഭയിലേക്ക് ജനങ്ങൾ പോയാൽ ഉടനെ എന്തൊരു ഭീഷണിയും ബഹളവുമാണെന്നറിയാമോ? എന്നാൽ എൻ്റെ സഭയിൽ ഉണർവുണ്ടാകുവാൻ വേണ്ടത് ചെയ്യില്ല. സുഹൃത്തെ, അടിച്ചമർത്തി ആർക്കും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ദൈവവചനാനുസരണം മുൻപോട്ട് പോയാൽ ജനങ്ങൾ അങ്ങോട്ട് ഓടിക്കൂടും. എന്നെക്കൊണ്ട് സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്താൽ ഉടനെ ഞാൻ എതിർക്കും എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. അത് നല്ലതല്ലല്ലോ. 2-3 വാക്യങ്ങളിൽ, അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമശ്കേൽ വസിച്ച ആരാൻ രാജാവായ ബെൻഹദദിന് കൊടുത്തയച്ചു. എനിക്കും നിനക്കും എൻ്റെ അപ്പനും നിൻ്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ, ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബയശ എന്നെ വിട്ടു പോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണം എന്ന് പറഞ്ഞു. ഇസ്രായേൽ ആസയുടെയും യഹൂദയുടെയും ഒരു ശത്രുവായി തീർന്നു. അതുകൊണ്ട് ആസ ചെയ്തതെന്താണ്? അവൻ തനിക്ക് മുൻപുണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് തിരിഞ്ഞു പോകുന്നു. അതെ, അരാം രാജാവായ ബെൻഹദദിൻ്റെ അടുത്തേക്ക് അവൻ പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതെ, ദൈവത്തിലുള്ള വിശ്വാസക്കുറവ്. പണ്ട് പ്രതിസന്ധി വന്നപ്പോൾ അവൻ ദൈവത്തോട് കരഞ്ഞതാണ്. അന്ന് ദൈവം അവനെ വിടുവിച്ചത് ഇപ്പോൾ ആസ മറന്നു. നമുക്കൊക്കെ പറ്റാവുന്ന ഒരു വലിയ അമളിയില്ലേ? 4-ാം വാക്യം നോക്കിക്കേ. ബെൻഹദദ് ആസാ രാജാവിൻ്റെ വാക്ക് കേട്ട് തൻ്റെ സേനാധിപതിമാരെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു. അവർ ഇയോനും ദാനും ആബേൽ മയീമും നഫ്താലിയുടെ സകല സംഭാര നഗരങ്ങളും പിടിച്ചടക്കി. ആരാൻ രാജാവ് ആസയോട് സഹകരിച്ചു. തൻ്റെ സൈന്യത്തെ അയച്ചു കൊടുക്കുന്നു. ആസയുടെ പരിപാടി വിജയിച്ചു. എന്നാൽ ആസയോട് പറയുവാൻ ദൈവത്തിനൊരു ദൂതുണ്ട്. ഞാനതൊന്ന് വായിക്കാം. 7 മുതലുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്നു. അവനോട് പറഞ്ഞതെന്തെന്നാൽ, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. കൂശ്യരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ? എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. യഹോവയുടെ കണ്ണ്
തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. ഭയങ്കരമായി പോയില്ലേ? എന്തിനാണ് ദൈവം ഒരു പ്രവാചകനെ ആസയുടെ അടുത്തേക്ക് അയച്ച് അവനെ ശാസിക്കുന്നത്? എന്തിനാണ് ദൈവം ആസയെ ന്യായം വിധിക്കുന്നത്? അതെ, അവൻ്റെ വിശ്വാസക്കുറവ് കൊണ്ട്. ഉണർവിലേക്കുള്ള പാതയിൽ നാം കടക്കേണ്ട മൂന്നാമത്തെ പാലം ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള വിശ്വാസമല്ല, മനുഷ്യനിലുള്ള വിശ്വാസമല്ല, ഒരു സഭയിലുള്ള വിശ്വാസമല്ല, ഏതെങ്കിലും ഒരു മാർഗത്തിലോ സംഘടനയിലോ ഉള്ള വിശ്വാസമല്ല. ഉണർവ് ആവശ്യപ്പെടുന്നത് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ബയശെ ആഭ്യന്തര യുദ്ധത്തിൽ ആസയ്ക്ക് എതിരെ വന്നപ്പോൾ ആസ തങ്ങളുടെ പുരാതന ശത്രുവായ അരാം രാജാവായ ബെൻഹദദിലേക്ക് തിരിഞ്ഞു. ദൈവം അവനെ രക്ഷിക്കുമെന്നുള്ളതിന് ആസയുടെ കയ്യിൽ എല്ലാ തെളിവുമുണ്ടെന്ന് ഹനാനി അവനെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം കൂശ്യരെയും ലൂബ്യരെയും പണ്ട് ആസയുടെ മുൻപിൽ തോൽപ്പിച്ചതാണ്. അന്ന് ആസയ്ക്ക് ഒരു കഴിവുമില്ലാതിരുന്നതാണ്. എന്നിട്ട് ഇന്ന് ആസ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവിശ്വാസം കാണിക്കുന്നു. അന്ന് അവൻ ദൈവസന്നിധിയിൽ പോയി കിടന്ന് കരഞ്ഞതാണ്. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനമാകുന്നു നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നതെന്നാലും നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ജീവിതം അവസാനിക്കുന്നില്ല കേട്ടോ. നാം നമ്മുടെ വിശ്വാസം കർത്താവിൽ അർപ്പിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്നത് വാസ്തവം തന്നെ. നീതീകരണം ഒരു നിമിഷത്തെ കാര്യമാണ്. എന്നാൽ നാം വിശ്വാസത്താലാകുന്നു ജീവിക്കേണ്ടത്. റോമയിലെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയത് ഇപ്രകാരമാകുന്നു: അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, നാം വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. ഹനാനി ആസയോട് പറഞ്ഞു, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇതിൻ്റെ അർത്ഥം തന്നിൽ വിശ്വസിക്കുന്ന ഒരു പുരുഷന് വേണ്ടിയോ സ്ത്രീക്കു വേണ്ടിയോ ദൈവം നോക്കുന്നു എന്നത്രേ. അതേ സുഹൃത്തെ, ദൈവത്തെ വിശ്വസിക്കുന്ന ആ വ്യക്തിയായി തീരുവാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? താങ്കൾ ഒരു മതഭ്രാന്തനാകണമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെയോ, തൻ്റെ വചനത്തിലെ ശക്തമായ ആ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ താങ്കൾക്ക് ദൈവത്തെ വിശ്വസിക്കാവുന്നതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ താങ്കൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്നത് താങ്കൾക്കറിയാമോ? എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് നാം വായിക്കുന്നു. സുഹൃത്തെ, നാം വിശ്വാസത്താൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സംതൃപ്തരായി കഴിയാതെ വിശ്വാസത്താൽ ജീവിക്കുക. പലരും ദൈവമക്കളെന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്, എന്നാൽ അവർ നിരീശ്വരവാദികളെക്കാൾ കഷ്ടമായിട്ടാണ് ജീവിക്കുന്നത്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ ആസ ദർശകനോട് ക്രുദ്ധിച്ചു, അവനെ കാരാഗൃഹത്തിലാക്കി. ഈ കാര്യം നിമിത്തം അവനോട് ഉഗ്രകോപമുണ്ടായിരുന്നു. ആ സമയത്ത് ആസ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു. ആസയെപ്പോലെ ഒരാളിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കാവുന്നതല്ലേ? ഇത് ആശ്ചര്യകരമായിരിക്കുന്നു. തന്നെ ശാസിച്ചത് ആസ സഹിച്ചില്ല. എന്തുകൊണ്ട്? കാരണം അവൻ അത് വിശ്വസിച്ചില്ല. അതുമാത്രമല്ല, അവന് ദൈവത്തിലുള്ള യഥാർത്ഥ ആ ആശ്രയമോ വിശ്വാസമോ ഈ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ദൈവത്തെ കൂടാതെ ജീവിക്കുക എന്നാൽ ആത്മിക മരണമെന്നത്രേ. ദൈവം നമ്മെ ഉപയോഗിക്കാവുന്ന മറ്റൊരു മാർഗം ഈ ലോകത്തിലില്ല. തുടർന്ന് ദൈവം ആസയെ ഒരു രോഗത്താൽ ബാധിക്കുന്നത് നാം കാണുന്നു. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആസയ്ക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്. ആസയെക്കുറിച്ച് ഇത് പറയുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുകയാണ്. ദൈവം ആസയെ ഒരു രോഗത്താൽ അടിച്ചു. അത് വളരെ കൂടുതലായി. ആസ ആ വൈദ്യന്മാരിലേക്ക് തിരിഞ്ഞു. അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെന്നല്ല. ഇവിടുത്തെ വിഷയം ഈ കാര്യങ്ങളിലെല്ലാം ആസ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ദൈവപൈതൽ രോഗിയാകുമ്പോൾ ഡോക്ടറെ കാണുവാൻ പോകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തെ കാണുന്നതും. നാം ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ടതാണ്. അതെ സുഹൃത്തെ, താങ്കൾ രോഗിയാകുമ്പോൾ 2 കാര്യം ചെയ്യുവാൻ മറക്കരുത്. 1, ഒരു ഡോക്ടറെ കാണണം. 2, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രായോഗികമായ രീതിയിൽ എഴുതിയ വ്യക്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന യാക്കോബ് എഴുതിയത് ഇപ്രകാരമാണ്: നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് യാക്കോബ് പറയുമ്പോൾ ഒന്നാമത്തേത് പ്രാർത്ഥന, ദൈവത്തെങ്കിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക.
രണ്ടാമതായി ദീനക്കാരനെ എണ്ണ പൂശുക. അതൊരു ആചാരപരമായതോ മതപരമായ കാര്യമോ ആയിരുന്നില്ല, അത് മരുന്നായിരുന്നു അക്കാലത്ത്. യാക്കോബ് പറയുന്നത് അവർ ഡോക്ടറെ വിളിക്കണം, ദൈവത്തെ വിളിക്കണം. ആസയ്ക്ക് പറ്റിയത് അവൻ ഡോക്ടറെ വിളിച്ചു, എന്നാൽ ദൈവത്തെ വിളിച്ചില്ല. വളരെയേറെ ഉണർവിൻ്റെ അനുഭവങ്ങളുള്ള ഒരു വ്യക്തി ദൈവത്തോടു കൂടെ നടക്കുകയോ വിശ്വാസത്തിൽ ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്നത് ആശ്ചര്യകരമായിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, വിശ്വാസത്തിൽ ജീവിക്കുക എന്നാൽ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക എന്നത്രേ, ദൈവത്തിൽ ആശ്രയിക്കുക. അതിൻ്റെ അർത്ഥം നാം നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കർത്താവിങ്കിലേക്ക് കൊണ്ടുചെന്നിട്ട് അവ അവൻ്റെ മേൽ ഇടുക എന്നത്രേ. അവൻ തരുന്ന മറുപടി എന്തായിരുന്നാൽ തന്നെയും അത് സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് വിശ്വാസം. കാരണം അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യുന്നത് തൻ്റേതായ വിധത്തിലാണ്. നാം ചോദിക്കുന്നത് പോലെ ലഭിച്ചെന്ന് വരില്ല, എന്നാൽ തൻ്റെ ഹിതം അവൻ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. അതിനനുസരിച്ച് അവൻ മറുപടി നൽകും. അവൻ്റെ ഹിതപ്രകാരമാകുന്നു എങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനോളം മനോഹരമായി ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം നല്ലതെന്ന് ചിന്തിക്കുന്നവയേക്കാൾ ദൈവഹിതപ്രകാരമുള്ള മറുപടി ലഭിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ ലഭിക്കുന്ന മറുപടികൾ നാം എപ്പോഴും പെറുപെറുക്കാതെ അംഗീകരിക്കണം, ആസ്വദിക്കണം. ഇന്നത്തെ ഈ പഠനം നിങ്ങൾ ശ്രദ്ധിച്ചതിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.